ഹലോ, ആലിപ്പഴം ഹോം മെയ്ഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എപ്പോഴും ഉണ്ടാക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള നല്ലൊരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ്. അതിനു മുൻപായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ ചിക്കനെല്ലാം നല്ലതുപോലെ ഇവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി കത്തി വെച്ച് ഇതേപോലെയൊക്കെ ഒന്ന് വരിഞ്ഞു കൊടുക്കുക. 1 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്. ജീരകം ഇനി മുഴുവനായിട്ട് കൊടുത്താലും കുഴപ്പമില്ല. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തത്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ മസാലയും ചിക്കനും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഈ ഗ്രേവി അധികം ലൂസ് ആവണ്ട, ഇതേപോലെ കുറച്ച് തിക്കായിട്ട് വേണം കേട്ടോ. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഹാഫ് വേവാവുന്നവരെ വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഈ ചിക്കനിൽ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി ഇത് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി വീണ്ടും നമുക്ക് ഇത് മൂടി വെക്കാം. ഒരു 5 മിനിറ്റും കൂടി നമുക്കിനി ഇത് വേവിച്ചെടുക്കണം. ഒരു 5 മിനിറ്റും കൂടി കഴിഞ്ഞ് ഏകദേശം ഹാഫ് വേവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ ചിക്കൻ ഈ ഗ്രേവിയിൽ നിന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ചിക്കനെല്ലാം ഗ്രേവിയിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ പൊരിച്ചെടുക്കാൻ വേണ്ടി നമുക്കൊരു മസാല ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ മൈദ, 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ തന്തൂരി മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാല ചേർക്കാം, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ തൈര്, 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീര്, ഇത് 3 പച്ചമുളക്, ഒരു 6 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി നന്നായിട്ട് അരച്ചെടുത്തത്. ഇനി ഇതിലോട്ട് ഒരു കോഴിമുട്ട, ചുവന്ന മുളക് ഒന്ന് പൊടിച്ചെടുത്തത് 2 ടേബിൾ സ്പൂൺ, ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതിലേക്ക് ഒരു കുറച്ച് കളറ്, നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ചേർക്കേണ്ട, ഞാനൊരു കുറച്ച് കളറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്കിതിലോട്ട് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഗ്രേവി ഒരു കട്ടിയാകുന്ന വിധത്തിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ. അപ്പോൾ ഈ മസാലക്കൂട്ടൊക്കെ ചേർക്കുന്നത് കൊണ്ട് ഈ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് അധികം എരിവൊന്നുമില്ല, കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പാകത്തിനുള്ള എരിവ് മാത്രമേ ഇതിലുള്ളൂ. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ചിക്കന് ഈ ഗ്രേവിയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഈ ഗ്രേവിയൊക്കെ ഈ ചിക്കനിലോട്ട് നന്നായിട്ടൊന്ന് പിടിപ്പിച്ചെടുക്കണം. ഇനി ഇത് മുഴുവനായിട്ട് നമുക്കൊരു അരമണിക്കൂറെങ്കിലും, അധികം വെച്ചാൽ കുഴപ്പമില്ല, നമുക്കൊരു അരമണിക്കൂറെങ്കിലും ഈ ചിക്കനിൽ ഗ്രേവിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്കിത് പൊരിച്ചെടുക്കാം. ഒരു അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാം. ചിക്കൻ പൊരിച്ചെടുക്കുമ്പോൾ നല്ല ചൂടായ എണ്ണയിൽ വേണം പൊരിച്ചെടുക്കാൻ. അപ്പോൾ ചിക്കന് ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിലും പിന്നെ ചിക്കനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ചിക്കനിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം. നേരത്തെ ചിക്കൻ ഒന്ന് വേവ് പാകമായതുകൊണ്ട് ഏകദേശം 10 മിനിറ്റ് മതിയാവും നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാൻ. അപ്പോൾ ഇതേപോലെ ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇനി ചിക്കൻ കോരുന്നതിന് തൊട്ട് മുൻപായി ഒരു കുറച്ച് പച്ചമുളക്, ഒരു 6 പച്ചമുളക്, ഒരു 7-8 അല്ലി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് കറിവേപ്പില, ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഈ കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ വെളുത്തുള്ളിയൊക്കെ ഇടുന്നതിനെ കൊണ്ട് നല്ലൊരു മണവും ടേസ്റ്റും ആയിരിക്കും കേട്ടോ ചിക്കന്. അപ്പം ഇത്രയും ഇതിട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ചിക്കനൊക്കെ ഏകദേശം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ചിക്കൻ വറുത്തെടുക്കുമ്പോൾ കുറച്ച് ചിക്കൻ മുങ്ങി കിടക്കാൻ പാകത്തിന് വേണം എണ്ണ എടുക്കാൻ കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ വലിയ പീസെല്ലാം എടുത്തത്, അപ്പോൾ പാകത്തിന് മുങ്ങി കിടക്കാൻ പാകത്തിനുള്ള എണ്ണയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഇതുപോലെ എല്ലാം നമ്മൾ കോരിയെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പച്ചമുളകും കറിവേപ്പിലയും അതും കൂടി ഒക്കെ നമുക്ക് ഇന്ന് കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ള ചിക്കനും കൂടി ഇതേപോലെ പൊരിച്ചെടുക്കാം. അപ്പോൾ എല്ലാ ചിക്കനും ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കാര്യം കൂടി ചെയ്യാണ്ട്, നേരത്തെ കോഴീൻ്റെ മസാലക്കൂട്ട് കുറച്ച് ബാക്കിയുണ്ട്, അതിലോട്ട് നമുക്ക് 1 കപ്പ് തേങ്ങ ചെരുവ് ചെയ്തിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ തേങ്ങ നമ്മൾ അതേ എണ്ണയിൽ തന്നെ, പക്ഷേ നേരത്തെ നിന്ന് കുറച്ച് എണ്ണ മാറ്റിയതിന് ശേഷം ഈ തേങ്ങ വറുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ മാത്രം എടുത്ത് അതിലോട്ട് നമുക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതേപോലെ എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരണം ഈ തേങ്ങേൻ്റെ കൂട്ട്.
അപ്പോൾ ഇതേപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇപ്പോൾ ഉണ്ടല്ലേ ഈ തേങ്ങ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇനി ഇതൊരു പാത്രത്തിൽ ടിഷ്യൂ പേപ്പർ വെച്ചതിന് ശേഷമാണ് ഈ കൂട്ട് നമുക്ക് ഇതിലിട്ട് കൊടുക്കേണ്ടത്. എന്താണെന്ന് വെച്ചാൽ ഈ തേങ്ങയുടെ എണ്ണയൊക്കെ ഈ ടിഷ്യൂ പേപ്പറിലോട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് ഈ തേങ്ങേൻ്റെ കൂട്ടാണ്. അതേപോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ തേങ്ങേൻ്റെ കൂട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ തേങ്ങ കൂട്ടൊക്കെ ഈ ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തേങ്ങ വറുത്തതൊക്കെ ഇതിലോട്ട് മുഴുവനായി ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് ഈ തേങ്ങേൻ്റെ മിക്സും ചിക്കനും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ തേങ്ങയൊക്കെ എല്ലാ ഭാഗത്തോട്ടും ആകുന്ന വിധത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ചിക്കൻ്റെ ഫ്രൈ നമുക്ക് പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും അതുപോലെ ചോറിനൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്